friends, welcome back to Win. Today I am going to discuss about F block elements. Very sorry, കുറച്ച് ഗ്യാപ്പ് വന്നു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് റീസൺസ് കൊണ്ട് എടുക്കാൻ പറ്റാത്തതായിരുന്നു. യെസ്റ്റർഡേ രണ്ട് മൂന്ന് പേരുടെ മെസ്സേജസ് ആൻഡ് അതുപോലെ ഒരു കമൻറ്റും കണ്ടു. അതാണ് ഇന്ന് ക്ലാസ്സുമായിട്ട് വന്നത്. സോ നമുക്ക് തുടങ്ങാം. എഫ് ബ്ലോക്ക് എലമെന്റ്സ് ഇതിൽ ലാന്തനൈഡ്സ് ആൻഡ് ആക്ടിനൈഡ്സ് ആണ് വരുന്നത്. I'm going to discuss about lanthanides. Okay. Yeah. So നമ്മൾ ഫസ്റ്റ് ഇതിൽ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം സ്പെഷ്യലായിട്ട് ലാന്തനൈഡ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നമ്മൾക്ക് ഏതൊരു എക്സാം എടുത്ത് നോക്കിയാലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഇതിന്ന് വരുന്നുണ്ട്, റൈറ്റ്? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് പഠിച്ചിരിക്കേണ്ടത് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അറ്റ്ലീസ്റ്റ് ദിസ് യു ഷുഡ് സ്റ്റഡി. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ലാന്തനൈഡ്സ് ആണ് നോക്കുന്നത്. ലാന്തനൈഡ്സിൽ നിങ്ങൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഈ ഒരു ടേബിളായിട്ട് തന്നെ പഠിച്ചു വെക്കുക. അപ്പോൾ ഇതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്മൾ ഓർത്തിരിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ സി ദിസ് ലാന്തനം ആൻഡ് സീറിയം, ദെൻ ഘടോലിനിയം ആൻഡ് ലുട്ടീഷ്യം. ഓക്കെ, ഈ 4 എലമെന്റ്സിലും എന്താണ് ഇലക്ട്രോൺസ്, 1 ഇലക്ട്രോൺസ് ഇൻ ദ 5d ഓർബിറ്റൽ. ഓക്കെ, there is 1 electron in the 5d orbital. അപ്പം ഈ ഒരു ലാന്തനം, സീറിയം, ഘടോലിനിയം, ലുട്ടീഷ്യം ഈ 4ലും എന്തുണ്ട്? there is a 1 electron in the 5d orbital. ഓക്കെ, that you first study. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാം. സീറിയം വരുന്നത് 4f1, 5d1, 6s2. ഓക്കെ, then പ്രസിയോഡിയം വരുന്നത് 4f3 ആണ്. സി 1 കഴിഞ്ഞിട്ട് then എഫിൽ വരുന്ന 3 ആണ്, then 4, then 5, then 6, then 7 and again 7, then it comes 9, 8 ഇല്ല, 9, 10, 11, 12, 13, 14, 14 like this you just study. അതായത് നിങ്ങൾക്ക് 4f fillings you should know. ഓക്കെ, അപ്പം 2 വരുന്നില്ല, 1, 3 and 4, 5, 6 again 2 times 7 വരുന്നു. അതുപോലെ ലാസ്റ്റിൽ 2 times 14 വരുന്നു, then 8 വരുന്നില്ല. ഇത്രയും നിങ്ങൾ ഓർത്തു വെക്കുക. നിങ്ങൾ ലാന്തനം ടു ലുട്ടീഷ്യം ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, ദെൻ പിന്നെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, യൂറോപ്പിയം സി 4f7, 6s2 ആണ്, ആൻഡ് ദിസ് ഇസ് ഹാഫ് ഫിൽഡ് ആണ്. ആൻഡ് യട്രിബിയം ആൻഡ് ലുട്ടീഷ്യം യു ക്യാൻ സി 4f14, സോ ദിസ് ഇസ് ഫുൾ ഫിൽഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. കാരണം നിങ്ങൾക്ക് മാഗ്നറ്റിക് മൊമെൻറ്റം കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കുന്ന സമയത്ത് യു ഹാവ് ടു റൈറ്റ് ദ കോൺഫിഗറേഷൻ. ഓക്കെ, അത് നിങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഇത്രയാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ദെൻ അപ്പോൾ എന്താണ് നമുക്ക് ലാന്തനോയിഡ്സ് എന്ന് പറഞ്ഞാൽ ലാന്തനം ടു ലുട്ടീഷ്യം ഉള്ള എലമെന്റ്സിനാണ് നമ്മൾ ലാന്തനോയിഡ്സ് എന്ന് പറയുന്നത്. ഇനി ലാന്തനൈഡ്സ് എന്ന് പറയുന്ന സമയത്ത് സീറിയം ടു ലുട്ടീഷ്യം. ഓക്കെ, കാരണം നമുക്ക് ലാന്തനം പോലെ തന്നെയാണ് ബിഹേവിയർ എല്ലാം കാണിക്കുന്നത്, അതുകൊണ്ടാണ് ലാന്തനൈഡ്സ്. സീറിയം ടു ലുട്ടീഷ്യം ഇറ്റ് ഈസ് കോൾഡ് ലാന്തനൈഡ്സ് ആൻഡ് ലാന്തനം ടു ലുട്ടീഷ്യം ഇറ്റ് ഈസ് കോൾഡ് ലാന്തനോയിഡ്സ്. ഓക്കെ, ഇതിനതുപോലെ വിളിക്കുന്നതാണ് ഫസ്റ്റ് ഇന്നർ ട്രാൻസിഷൻ സീരീസ് എന്നും തേർഡ് ട്രാൻസിഷൻ സീരീസ് എന്നും അതുപോലെ റെയർ എർത്ത് എലമെന്റ്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് യൂഷ്വലി ലാന്തനൈഡ്സിൽ എന്താണ് സംഭവിക്കുന്നത്? അതായത് ഇലക്ട്രോൺസ് എവിടെയാണ് എൻ്റർ ചെയ്യുന്നത്? 4f എനർജി ലെവൽ, റൈറ്റ്? 4f ഓർബിറ്റലിലാണ് ഇലക്ട്രോൺസ് ഫിൽ ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് യൂഷ്വലി ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ആവാറില്ല. സോ അങ്ങനെ 4f ഓർബിറ്റൽസ് ഫിൽ ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ലാന്തനൈഡ്സ്, 5f ആണ് ആക്ടിനൈഡ്സ് വരുന്നത്. ഓക്കെ, ഇനി ലാന്തനൈഡ്സിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതിന്റെ മോസ്റ്റ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് +3. ദാറ്റ് യു ഷുഡ് റിമെമ്പർ. ജനറലി കാണുന്ന മോസ്റ്റ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണുന്നത് +3 ആണ്. അപ്പോൾ അതിലൊരു എക്സെപ്ഷൻ വരുന്നത് യൂറോപ്പിയം ആൻഡ് യട്രിബിയം, EU ആൻഡ് YB. ഓക്കെ, ഇത് രണ്ടും ഡൈവാലന്റ് ഇൻ നേച്ചർ ആണ്. അതായത് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ഇത് കാണിക്കാറുള്ളത്. ചോദിക്കാറുണ്ട് കേട്ടോ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നേരത്തെ കോൺഫിഗറേഷൻ പറഞ്ഞു, റൈറ്റ്? യൂറോപ്പിയം ഈസ് 4f7 ആൻഡ് യട്രിബിയം ഈസ് 4f14. ഓക്കെ, സോ ഫുൾഫിൽഡ് ആണ്, ഹാഫ് ഫിൽഡ് ആണ്. ദിസ് ഇസ് ക്വൈറ്റ് സ്റ്റേബിൾ. അപ്പോൾ 4f7, 6s2ൽ +2 പോയി കഴിഞ്ഞാൽ ദിസ് ഇസ് 4f7, റൈറ്റ്? ആൻഡ് യട്രിബിയം ആണെങ്കിലും 4f14, 6s2 അതിൽ നമ്മൾക്ക് ആ ഒരു 2 പോകുന്ന സമയത്ത് 4f14 ആയി. സോ that's why യൂറോപ്പിയം ആൻഡ് യട്രിബിയം ഈസ് ഡൈവാലന്റ് ഇൻ നേച്ചർ, +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ബാക്കി എല്ലാത്തിലും കോമൺ ആയിട്ട് കാണുന്നത് +3 ആണ് കാണുന്നത്.
പിന്നെ ഓർത്തിരിക്കേണ്ട കാര്യം +4 കാണിക്കുന്ന ഒരാളേ ഉള്ളൂ സീറിയം. ഓക്കെ, സീറിയം +4 കാണിക്കുന്ന ആകെയുള്ള ഒരു ലാന്തനൈഡ് എന്ന് പറയുന്നത് സീറിയം +4 ആണ്. ദിസ് ഈസ് ക്വൈറ്റ് സ്റ്റേബിൾ. അതുകൊണ്ട് തന്നെ സീറിയം വളരെയധികം സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഇതിൻ്റെയൊക്കെ യൂറോപ്യം യൂട്രീബിയം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു റിയാക്ടിവിറ്റി ഇറ്റ്സ് ക്വൈറ്റ് സിമിലർ ടു ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഓക്കെ, ഈ ലാന്തനൈഡ്സിൻ്റെ ഒക്കെ എന്ന് പറയുമ്പോൾ ക്വൈറ്റ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് പോലെ തന്നെയാണ് അതിൻ്റെ ഒരു റിയാക്ടിവിറ്റി കാണിക്കുന്നത്. അതായത് ട്രാൻസിഷൻ മെറ്റൽസിനേക്കാളും കൂടുതലും റിയാക്റ്റീവ് ആയിരിക്കും ഈ ഒരു ലാന്തനൈഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആൻഡ് +4 കാണിക്കുന്നത് ആകെ സീറിയോ ആണ്. ആൻഡ് യൂറോപ്യം ആൻഡ് യൂട്രീബിയം ദീസ് ടു ആർ ഡൈവാലന്റ് ഇൻ നേച്ചർ. ഇത്രയും പോയിന്റ്സ് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ക്ലിയർ, സോറി. എഗിൻ ഞാൻ റീഡ് ചെയ്യാം. ഓക്കെ, അഡ്സോർപ്ഷൻ സ്പെക്ട്ര ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ കേസ് പറയുവാണെങ്കിൽ, അതായത് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കേസ് വരുന്ന സമയത്ത് ആ ഒരു ലിഗാൻഡും മെറ്റൽസും തമ്മിലുള്ള ഇന്ററാക്ഷൻ കാരണം നമ്മൾക്കൊരു ബ്രോഡ് സ്പെക്ട്ര ആണ് കാണിക്കുന്നത്. ഓക്കെ, പക്ഷേ ഈ ഒരു ലാന്തനൈഡ്സ് എന്ന് പറയുന്നത് ജനറലി വീക്ക്ലി കളേർഡ് ആണ്. ഓക്കെ, വീക്ക് ആയിട്ടുള്ള കളേഴ്സേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ മെയിൻ കളറിന് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ട്രാൻസിഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ജനറലി എന്തായിരിക്കും, ഷാർപ്പ് പീക്സ് ആണ് തരാറുള്ളത്. നമ്മളെ ഡി ബ്ലോക്ക് എലമെന്റ്സിനെ പോലെയല്ല, ഇതിൽ പൊതുവേ നമുക്കൊരു ഷാർപ്പ് സ്പെക്ട്ര ആണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ 4f ഓർബിറ്റൽസ് എന്ന് പറയുന്നത് ഒരുപാട് ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് വല്ലാതെ ബറീഡ് ആണ്. ഓക്കെ, ഇറ്റ്സ് ബറീഡ് ടുവാർഡ്സ് ദ ന്യൂക്ലിയസ്. അതുകൊണ്ട് തന്നെ ആ ഒരു 4f ഓർബിറ്റൽസ് നമ്മൾ ലിഗാൻഡുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷന് വരുന്നില്ല. ഓക്കെ, സോ ദാറ്റ് വിൽ നോട്ട്, ഒരു സ്ട്രോങ് ഇന്ററാക്ഷൻ അവിടെ നമുക്ക് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഷാർപ്പ് സ്പെക്ട്രം ആണ് ഈ ഒരു ലാന്തനൈഡ്സിൽ ജനറലി കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ട്രാൻസിഷനിൽ ഓൾറെഡി ഡി ബ്ലോക്ക് എലമെന്റ്സിൽ ബ്രോഡ് ബാൻഡ് ആണ് ജനറലി കാണിക്കുന്നത്, കാരണം അവിടെ ഡി ട്രാൻസിഷൻ ആണ് നടക്കുന്നത്. ഹിയർ റീസൺ ഈസ് എഫ് ട്രാൻസിഷൻ ആൻഡ് ജനറലി ഷാർപ്പ് സ്പെക്ട്ര ആണ്, കാരണം അവിടെ ഇന്ററാക്ഷൻ അത്ര ഇല്ലാത്തത് കൊണ്ടാണ് ഷാർപ്പ് സ്പെക്ട്ര കാണിക്കുന്നത്. വേറാസ് ഇൻ ദ കേസ് ഓഫ് ആക്ടിനൈഡ്സ് നമ്മൾക്കറിയാം 5f ഓർബിറ്റൽസിലാണ് ഫിൽ ചെയ്യുന്നത്, റൈറ്റ്? അപ്പോൾ 5f ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ അത്രത്തങ്ങ് അങ്ങ് ബറീഡ് അല്ല. ഓക്കെ, ഇറ്റ്സ് ഈസിലി അവൈലബിൾ ആണ്, കുറച്ചും ഡിഫ്യൂസ്ഡ് ആണ്. സോ ഇറ്റ്സ് ഈസിലി അവൈലബിൾ. അതുകൊണ്ട് തന്നെ അത് ലിഗാൻഡ്സുമായിട്ട് ജനറലി ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കേസിൽ എന്തായിരിക്കും, അവിടെ ബ്രോഡ് സ്പെക്ട്രം ആണ് കാണിക്കുന്നത്. പക്ഷേ നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന സമയത്ത് ഹയർ ആക്ടിനൈഡ്സ് ഉണ്ട്, റൈറ്റ്? അപ്പം ഹയർ ആക്ടിനൈഡ്സിലോട്ട് പോകും തോറും ദാറ്റ് സ്റ്റാർട്ട് ബറിയിങ്. ഓക്കെ, സോ അഗെയിൻ അവിടെ ഇന്ററാക്ഷൻ നടക്കില്ല, നമുക്ക് ഷാർപ്പ് സ്പെക്ട്രം ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഹയർ ആക്ടിനൈഡ്സും ലാന്തനൈഡ്സും കോമൺലി ഷാർപ്പ് സ്പെക്ട്രയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്കിപ്പോൾ ഈ എഫ് ട്രാൻസിഷൻ മാത്രമാണുള്ളെങ്കിൽ നമ്മൾക്ക് ദാറ്റ് ഡസൻ ഡിപ്പെൻഡ് ഓൺ ദ ലിഗാൻഡ്. ഓക്കെ, അപ്പോൾ അത് ലിഗാൻഡ് എന്തും ആയിക്കോട്ടെ, അത് അതിനെ ഒരു എന്താ പറയുക ബാധിക്കുന്നില്ല. ഓക്കെ, അതിൻ്റെ ഒരു കളറിനെ നമുക്കത് ബാധിക്കുന്നില്ല. ഓക്കെ, പക്ഷേ നമ്മൾക്കൊരു ലിഗാൻഡ് ആ ഒരു രംഗത്തേക്ക് വരുന്ന സമയത്താണ് അവിടെ അതായത് ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ എഫ് ട്രാൻസിഷൻ ആണെങ്കിൽ നമ്മൾക്ക് ലിഗാൻഡ് എന്നുള്ളൊരു സംഭവമേ ഇതിൽ വരുന്നില്ല. ഓക്കെ, പക്ഷേ നമ്മൾക്ക് എഫ് ടു ഡി ഇന്ററാക്ഷൻ വരുവാണെങ്കിൽ, ഓക്കെ, അതായത് 4f 5d ഇന്ററാക്ഷൻ വരുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾക്ക് ലിഗാൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസിഷൻ നടക്കും. ഓക്കെ, അതാണ് ലൈക്ക് ഇപ്പം നമ്മൾ സീറിയം +4, ഓക്കെ, സീറിയം +4 ആവുന്ന സമയത്ത് ദർ ഇസ് നോ അൺപെയർഡ് ഇലക്ട്രോൺ, കാരണം ആ 4 ഇലക്ട്രോൺസ് പോയി കഴിഞ്ഞാൽ. പക്ഷെ എന്നാലും അതൊരു കളർ കാണിക്കുന്നുണ്ട്. അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ ലിഗാൻഡ് മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ ആണ്, LMCT ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ഇത്രയും ഓർത്ത് വെക്കുക, ലാന്തനൈഡ്സിൽ കളർ കാണണം, എഫ് ട്രാൻസിഷൻ ആണ്, ജനറലി ഷാർപ്പ് സ്പെക്ട്ര ആണ് ഇവിടെ ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, ആക്ടിനൈഡ്സിൽ ജനറലി ബ്രോഡ് ആണ് കാണിക്കുന്നത്, പക്ഷേ ഹയർ ആക്ടിനൈഡ്സിലോട്ട് പോകും തോറും ഇറ്റ് ഷോസ് ഷാർപ്പ് സ്പെക്ട്ര. ഓക്കെ, ഇതാണ് നമുക്ക് ജനറലി കാണിക്കുന്ന ഒരു +3 സ്റ്റേറ്റിലുള്ള കളേഴ്സ് ആണ് ഇവിടെ പറഞ്ഞത്. ഇത് ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ ഇങ്ങനെ ഓർത്ത് വെക്കുക, ലാന്തനം, ലുട്ടീഷ്യം ആൻഡ് സീരിയം +3 ആൻഡ് യൂട്രിബിയം +3 ദീസ് 4 ആർ കളർലെസ്. ഓക്കെ, പിന്നെ നമ്മൾക്ക് പ്രൊമീത്തിയം +3 ആൻഡ് ഈ തുള്ളിയം +3 വരുന്ന സമയത്ത് ലൈക്ക് ഗ്രീൻ കളറാണ് വരുന്നത്.
അങ്ങനെ ഓരോ കളർ ഇവിടെ +3 സ്റ്റേറ്റിലുള്ള കളർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഓർത്തു വെക്കുക, ഈ ഒരു ലാന്തനം ലുട്ടീഷ്യം ദിസ് +3 അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല. സോ ജനറലി ഇത് ലൂമിനസെൻസ് ഒട്ടും കാണിക്കുന്നില്ല. ഓക്കെ, ബാക്കിയുള്ളതെല്ലാം ഒരു വിധത്തിൽ ലൂമിനസെൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ കളർ നിങ്ങൾ ജസ്റ്റ് റിമെമ്പർ ചെയ്യുക. ലാന്തനം ആൻഡ് ലുട്ടീഷ്യം +3 കളർലെസ്, അത് ഓർത്ത് വെക്കുക. അതുപോലെ എഫ് ഓഫ് ട്രാൻസിഷൻ ആണ് റീസൺ ഫോർ ദ കളർ. പിന്നെ നമ്മൾ പറഞ്ഞു സീരിയം +4 ഇറ്റ്സ് കളർ ഡ്യൂ ടു ലിഗാൻഡ് മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ. ഇനിയിപ്പോൾ സീരിയം +3 പറയുകയാണെങ്കിൽ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്, റൈറ്റ്, പക്ഷേ അത് കളർ കാണിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? അവിടെയും എഫ് ഓഫ് ട്രാൻസിഷൻ നടക്കും, പക്ഷേ ആ ഒരു ട്രാൻസിഷൻ UV റീജിയനിലല്ല കാണിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് അത് കളേർഡ് അല്ല. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിൽ ഓർത്തു വെക്കേണ്ടത്. പിന്നെ ഇതിൽ നമ്മൾ ഒരു ചോദിച്ചിട്ടുള്ള നെറ്റിനൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതായത് നമ്മൾക്ക് ലാന്തനൈഡ്സ് വരുമ്പോൾ ഒരു 9 കോർഡിനേഷൻ നമ്പർ വരെ വരാം. അങ്ങനത്തെ, അതായത് അക്വാ കോംപ്ലക്സ്, വാട്ടർ കോംപ്ലക്സ് 9 കോർഡിനേഷൻ വരുന്ന സമയത്ത് അതിന്റെ സ്ട്രക്ചർ വരുന്നത് ട്രൈ ക്യാപ്ഡ് ട്രൈഗണൽ പ്രിസ്മാറ്റിക് ആണ്. ജസ്റ്റ് റിമെമ്പർ ദിസ് സ്ട്രക്ചർ, ട്രൈ ക്യാപ്ഡ് ട്രൈഗണൽ പ്രിസ്മാറ്റിക് ആണ്. അതുപോലെ എല്ലാ ആക്റ്റിനൈഡ്സും റേഡിയോ ആക്റ്റീവ് ആണ്. നിങ്ങൾക്ക് അറിയാം, നമ്മളൊരു ബിസ്മത്ത് കഴിഞ്ഞാൽ, അതായത് 83 അറ്റോമിക് നമ്പർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾ ദ എലമെന്റ്സ് ആർ റേഡിയോ ആക്റ്റീവ്. ഓക്കെ, അപ്പം നമ്മൾക്ക് ആക്റ്റിനൈഡ്സ് ആർ റേഡിയോ ആക്റ്റീവ് അല്ലെ? ആക്റ്റിനൈഡ്സ് നമുക്ക് ആക്ടീനിയം ഐ തിങ്ക് 89 എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓൾ ആർ റേഡിയോ ആക്റ്റീവ്, അത്രയും ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി നമ്മൾക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ജനറൽ മെത്തേഡ് അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ജനറലി എടുക്കുന്ന കാറ്റയോണിക് റെസിൻ SO3- ആണ് കാറ്റയോണിക് റെസിൻ എടുക്കുന്നത്. ഇപ്പോൾ കൊമേഴ്ഷ്യൽ അവൈലബിൾ ആയിട്ടുള്ള ഏജന്റ് എന്ന ഡോവെക്സ് 50 ആണ്. ഓക്കെ, ഡോവെക്സ് 50. ഇനി നമ്മൾക്ക് ഇതിൽ എങ്ങനെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാന്തനൈഡ്സിൽ വരുന്ന സമയത്ത് ഹൈ ആയിട്ടുള്ള ലാന്തനൈഡ്സ് ഫസ്റ്റ് ഇല്യൂട്ട് ചെയ്യും. ഓക്കെ, അത് ഫസ്റ്റ് ഇല്യൂട്ട് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മൾ ലാന്തനം ടു ലുട്ടീഷ്യം വരുന്ന സമയത്ത് ലുട്ടീഷ്യം ഫസ്റ്റ് ഇല്യൂട്ട് ചെയ്യും. അങ്ങനെ നമ്മൾക്ക് ആ ഒരു റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ട് അങ്ങനെയാണ് ഇത് ഇല്യൂട്ട് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ടത്, നമ്മൾക്ക് കാറ്റയോണിക് റെസിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് SO3- ആണ്. കൊമേഴ്ഷ്യൽ ഏജന്റ് ഡോവെക്സ് 50 ആൻഡ് കോംപ്ലക്സിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് സിട്രേറ്റ് ആൻഡ് ആൽഫ ഹൈഡ്രോക്സി ഐസോബ്യൂട്ടറേറ്റ്. ഓക്കെ, കോംപ്ലക്സിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് സിട്രേറ്റ് ആൻഡ് ആൽഫ ഹൈഡ്രോക്സി ഐസോബ്യൂട്ടറേറ്റ്. Then it's very important magnetic properties. ഓക്കെ, അപ്പൊ നമുക്കറിയാം അൺപെയർഡ് ഇലക്ട്രോൺ ഇല്ലെങ്കിൽ ഇറ്റ്സ് ഡയാമാഗ്നറ്റിക്, അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഇറ്റ്സ് പാരാമാഗ്നറ്റിക്. അപ്പൊ അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ദിസ് ഇസ് കാൽക്കുലേറ്റഡ് മാഗ്നറ്റിക് മൊമെന്റ്. ഓക്കെ, mu is equal to G into root of J into J plus 1. G is the Landau splitting factor and J is the total angular momentum. ഓക്കെ, ഇനി നമ്മൾക്ക് G എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? is equal to 3/2 plus S into S plus 1 minus L into L plus 1 divided by 2J into J plus 1. Okay, L is a total orbital angular momentum, J is the total angular momentum, S is the spin angular momentum. Okay, അപ്പോൾ J നമ്മൾ ഓൾറെഡി ടേം സിമ്പിൾ നമ്മൾ പറഞ്ഞു. J എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതും ദിസ് ഇസ് L plus S to L minus S. ഓക്കെ, ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ നമ്മൾ L minus S വാല്യൂ എടുക്കും. മോർ ദാൻ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ L plus S വാല്യൂ എടുക്കും. നമ്മൾ ടേം സിമ്പിളിൽ എങ്ങനെയാ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ലൈക്ക് ഏതെങ്കിലും ഒന്ന് സീരിയം +3 ചോദിക്കുവാണെങ്കിൽ യു ജസ്റ്റ് റൈറ്റ് ദാറ്റ് 4f1 ആയിരിക്കും വരിക, റൈറ്റ്? സോ 4f1. ഓക്കെ, 4f1 എഴുതുക. എന്നിട്ട് 4f ആ ഒരു ഓർബിറ്റിൽ നമ്മൾ ഇലക്ട്രോൺസ് 7 ഉണ്ടാവും, റൈറ്റ്? എഫ് ആവുന്ന സമയത്ത് 7 ആണ് വരുന്നത്. സോ ആ ഒരു 7ൽ നമുക്ക് 1 വരും. ദെൻ യു കാൽക്കുലേറ്റ് ലൈക്ക് J കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ അതിന് മുന്നേ ഫസ്റ്റ് G കാൽക്കുലേറ്റ് ചെയ്യാം യൂസിങ് S, L ആൻഡ് J. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇനി ഇത് മാക്സിമം കാണിക്കുന്നത് ഡിസ്പ്രോസിയം +3 അയോണിലാണ്. ഓക്കെ, യു ജസ്റ്റ് റിമെമ്പർ ഇറ്റ്. ഇനി നമ്മൾക്ക് നെറ്റിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബേസിസിറ്റി ആണ്. ഓക്കെ, ലാന്തനം +3യുടെ ബേസിസിറ്റി ആണ് ചോദിച്ച് കാണാനുള്ളത്. സോ നമ്മൾ പറഞ്ഞു ലാന്തനൈഡ് കോൺട്രാക്ഷൻ ഉണ്ട്, റൈറ്റ്?
നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതായത് നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് ഗ്രൂപ്പിൽ വരുന്ന സമയത്ത് അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ സൈസ് എന്താ ചെയ്യുന്നത്, ഡിക്രീസ് ആവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഇതിനെ പറയുന്നതാണ് ലാൻത്തനൈഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുന്ന സമയത്ത് ആ ഒരു സൈസ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സൈസ് കൂടുമ്പോഴാണ് അതിന്റെ ബേസിസിറ്റി കൂടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ലാന്തനം ടു ലുട്ടീഷ്യം വരെ വരുന്ന സമയത്ത് സൈസ് കുറയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ എന്താണ്, ബേസിസിറ്റിയും കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ലാന്തനം +3 ഏറ്റവും കൂടുതലായിരിക്കും, ലുട്ടീഷ്യത്തിന് +3 ആയിരിക്കും ഏറ്റവും കുറവ്. അപ്പോൾ ഇത് നമ്മൾക്ക് ഇതിൽ ഏതിനാണ് ബേസിസിറ്റി ഏറ്റവും കൂടുതൽ എന്നൊക്കെ ആയിരിക്കും ചോദിക്കാറ്. സോ നമ്മൾക്ക് ഓപ്ഷൻ തരുന്ന സമയത്ത് അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ കോൺഫിഗറേഷൻ ഓർത്ത് വെക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ തരുന്ന സമയത്ത് യു ഹാവ് ടു ഫസ്റ്റ് നിങ്ങൾ ആ ഒരു ഓർഡറിൽ എഴുതി നോക്കുക, ദെൻ യു വിൽ ഗെറ്റ് ഇറ്റ്. ഓക്കെ, ലൈക്ക് La2O3 Nd2O3 അങ്ങനെയൊക്കെ തന്നിട്ടായിരിക്കും ചോദിക്കുന്നത് ഏതിലാണ് കൂടുതൽ ബേസിസിറ്റി വരുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, ഈ ഒരു ഓർഡർ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓർത്ത് വെക്കുക. അതിൽ യെസ് നമ്മൾ പറഞ്ഞു അല്ലേ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഫസ്റ്റ് ഓർത്ത് വെക്കുക. അതിൽ നമ്മൾ ആ ഒരു ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക തന്നെ ചെയ്യണം. ഓക്കെ, ലാന്തനം ടു ലുട്ടീഷ്യം യു ഷുഡ് സ്റ്റഡി. ലാന്തനം, സീരിയം, ഗഡോലിനിയം ആൻഡ് ലുട്ടീഷ്യം 5d1 ഓർബിറ്റൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ +3 കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്, +4 കാണിക്കുന്ന സീരിയം മാത്രമാണ്. Then europium and ytterbium, these two, okay, these two shows divalent in nature, and reactivity is almost similar to alkaline earth metals. Okay, പിന്നെ സ്പെക്ട്ര കാണിക്കുന്നത് എഫ് ഓഫ് ട്രാൻസിഷൻ ആണ്. അത് ഷാർപ്പ് ആയിരിക്കും കാരണം എഫ് ഓർബിറ്റൽസ് ആർ ബറീഡ് ടുവാർഡ്സ് ദ ന്യൂക്ലിയസ്. ഓക്കെ, അപ്പോൾ റീസൺസ് ഒക്കെ ചോദിച്ച് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആക്കിയിട്ട് ഓപ്ഷൻ തരുവാണെങ്കിൽ യു ഹാവ് ടു റിമെമ്പർ ദിസ് പോയിന്റ്. ഓക്കെ, ദെൻ ഇനിയിപ്പം 4f5d ഇൻട്രാക്ഷൻ വരുന്ന സമയത്ത് ദർ ഇസ് എ ലിഗാൻഡ് മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ. ഓക്കെ, ദാറ്റ്സ് വൈ സീരിയം +4 ഈസ് കളേർഡ് ആൻഡ് സീരിയം +3 ഈസ് അൺകളേർഡ്. കാരണം അവിടെ അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ കൂടിയും UV വിസിബിൾ റീജിയനിലല്ല അത് ട്രാൻസിഷൻ നടക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ റീസൺ. ദെൻ ദിസ് ഇസ് ദ സം കളേഴ്സ്. പിന്നെ നമ്മൾക്ക് 9 കോർഡിനേഷൻ സ്റ്റേറ്റ് വരുന്ന സമയത്ത് അക്വ കോംപ്ലക്സിന്റെ സ്ട്രക്ചർ വരുന്നത് ട്രൈ ക്യാപിറ്റൽ ട്രൈഗണൽ പ്രിസ്മാറ്റിക് ആണ്. ഓൾ ആക്ടിനേറ്റ്സ് ആർ റേഡിയോ ആക്റ്റീവ്. പിന്നെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ അയൺ എക്സ്ചേഞ്ച് മെത്തേഡ് ആണ്. അതിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന ലുട്ടീഷ്യം ഫസ്റ്റ് ല്യൂട്ടിയും കാറ്റയോണിക് റെസിൻ SO3- ആണ്. കൊമേഴ്ഷ്യൽ ഏജന്റ് എന്ന് പറയുന്നത് ഡോവെക്സ് 50 ആണ്. ദെൻ കോംപ്ലക്സിംഗ് ഏജന്റ് സിട്രേറ്റ് ആൻഡ് ആൽഫ ഹൈഡ്രോക്സി ഐസോബ്യൂട്ടറേറ്റ്. ഓക്കെ, then magnetic momentum calculated in equation mu is equal to g into root of j into j+1. G is a Landau splitting factor. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, then basicity left to right its size decreases. Okay, that is called lanthanide contraction. And cation size കൂടുന്നതിനനുസരിച്ചിട്ട് basicity more ആയിരിക്കും. So La3+ is that will be more basic than the Lu3+. Okay, ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. If so, please do comment. Okay, so we'll meet next class. Okay, thank you so much. Bye.